ഡൽഹി ഭീകരാക്രമണത്തിന് രാജ്യാന്തര ബന്ധം. ഉമർ നബി സിറിയൻ ഭീകരനുമായി കൂടിക്കാഴ്ച നടത്തിയതായ വിവരം. 2022 തുർക്കിയിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച. ഡോക്ടർ മുസമ്മിലും ഡോക്ടർ റാത്തർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. അതേസമയം തന്നെ ഉമർ നബി ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധനെന്ന അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലും ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. വീട്ടിൽ ബോംബ് നിർമ്മിച്ച് പരിശീലിച്ചു. വിദേശ ഹാൻഡിൽമാർ അയച്ചു നൽകിയ 42 വീഡിയോകൾ കണ്ടിട്ടാണ് ബോംബ് നിർമ്മിക്കാൻ പഠിച്ചത്. ദക്ഷിണേന്ത്യയിൽ അടുത്തിടെ നടന്ന സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇതേ മൊഡ്യൂൾ ആണ് എന്ന സംശയം കൂടി ഉണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. ജിഷ്ണു, വളരെ നിർണായകമായ ഒരു വിവരമാണ് ഈ ഡൽഹി ഭീകരാക്രമണത്തിൽ ഉള്ള രാജ്യാന്തര ബന്ധം. എങ്ങനെയൊക്കെ പരിശീലിച്ചു, എവിടെ നിന്നൊക്കെ ഇയാൾക്ക് സഹായം ലഭിച്ചു? പറയൂ ജിഷ്ണു. ഡൽഹി ചെങ്കോട്ടയിൽ നടന്നിട്ടുള്ള സ്ഫോടനത്തിൽ അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെ വ്യക്തമായിട്ടുള്ള പങ്ക് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസി ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുന്നു. ഒപ്പം പിടിയിലായവരെ ചോദ്യം ചെയ്യുകയും ഈ അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഉമർ നബി ഉൾപ്പെടെയുള്ളവരുടെ റൂമിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള കത്തുകൾ, ഒപ്പം ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഇവയെല്ലാം സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ, ഇവയെല്ലാം പരിശോധിക്കുന്നതിൽ നിന്നാണ് ഓരോ ദിവസവും അന്താരാഷ്ട്ര ഭീകര സംഘടനകൾ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ളത് ഇയാൾക്ക് വ്യക്തമായിട്ടുള്ള പരിശീലനം അന്താരാഷ്ട്ര ഭീകര സംഘടനയുടെ കമാൻഡർമാർ ബോംബ് നിർമ്മാണത്തിന് വേണ്ടി നൽകിയിരുന്നു എന്നുള്ളതാണ്. ഉമർ നബിക്ക് ബോംബ് നിർമ്മാണത്തിന് നിരവധി വീഡിയോകൾ അയച്ചു നൽകി. ഇത് ഉപയോഗിച്ചുകൊണ്ട് ബോംബ് നിർമ്മിക്കാൻ പഠിച്ചു. അതിൻ്റെ പരിശീലനം നടത്തി ഇയാൾ ബോംബ് നിർമ്മിക്കുന്നതിനും അത് ഉപയോഗിക്കുന്നതിനും അങ്ങനെയാണ് വൈദഗ്ധ്യം നേടിയിട്ടുള്ളത്. കൂടാതെ തുർക്കിയിൽ വെച്ച് ഈ ഭീകര സംഘടനകൾ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഉമർ നബി ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം, ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച അതേ മൊഡ്യൂൾ തന്നെയാണ് രാമേശ്വരം കഫേ സ്ഫോടനത്തിലും കോയമ്പത്തൂർ സ്ഫോടനത്തിലുമെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് എന്ന നിർണായക വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ സിദ്ദിഖിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ഇയാളിൽ നിന്ന് 415 കോടിയിലധികം രൂപ കഴിഞ്ഞ 7 വർഷത്തിനിടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ അനധികൃതമായി ഈ അൽഫല യൂണിവേഴ്സിറ്റി ട്രസ്റ്റ് സമാഹരിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു. ഈ പണം ഭീകരവാദത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ? കൂടാതെ എവിടെ നിന്നൊക്കെയാണ് പണം വന്നിട്ടുള്ളത്? ഭാരതത്തിലേക്ക് എത്തിയ പണം, ഈ ട്രസ്റ്റ് വഴി എത്തിയ പണം പിന്നീട് ആരൊക്കെ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നു. അത്തരത്തിൽ വളരെ കൃത്യമായി പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളാണ് ഈ സ്ഫോടനത്തിന് പിറകിലുള്ളതെന്നും ഉമർ നബി തുർക്കിയിലെത്തിക്കൊണ്ട് ഗൂഢാലോചന നടത്തി ബോംബ് നിർമ്മാണത്തിന് വൈദഗ്ധ്യം നേടി. ഒപ്പം തന്നെ ഭാരതത്തിനകത്ത് വളരെ കൃത്യമായി പ്രാദേശിക സഹായം ഈ സ്ഫോടനത്തിന് ലഭിച്ചു എന്ന നിഗമനം കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശകലനവും പരിശോധനയും ഓരോ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ദേശീയ അന്വേഷണ ഏജൻസി നടത്തിവരികയാണ്. അതുകൊണ്ട് ഈ കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് നടപടികൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. രാഖി.